ശ്രീ പ്രിന്റു, ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. CPM-ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ക്ഷേത്രങ്ങളോടുള്ള ചില നിലപാടുകളിലെ ഒരു വലിയ പ്രശ്നമുണ്ട്. നേരത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കാട്ടാക്കടയിൽ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിലെ മൈക്ക് പ്രവർത്തിച്ചു. അത് ഉടൻ തന്നെ നിർത്തിവെക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ പിന്നീട് കാവിത്തോരണങ്ങൾക്ക് വിലക്കേർപ്പെടുന്നു. അതും തലസ്ഥാനത്ത് തന്നെയാണ് അത്തരം സംഭവവികാസങ്ങൾ ഉണ്ടായത്. പിന്നീട് തൃശ്ശൂരിലേക്ക് തന്നെ വന്നാൽ അവിടെ ഗുരുവായൂർ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രം ബലം പ്രയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മലബാർ മേഖലയിലും സമാനമായ ഒരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഈ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നിൽ ഇല്ലാതാക്കുക, അതല്ലെങ്കിൽ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊക്കെ പാടെ തകർക്കുക. ഇതാണ് ഒരു നിലപാടായി CPM-ൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ നിലപാടായി കഴിഞ്ഞ കുറേ നാളുകളായി കേരളം കാണുന്നത്. ശ്രീ പിന്റു, തീർച്ചയായും നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചു. മലബാർ ദേവസ്വം ബോർഡിലേക്ക് എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഇവർ ഏത് രീതിയിലാണ് അത് പിടിച്ചെടുത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളെ മുഴുവൻ ഇവർ ബലം പ്രയോഗിച്ചുകൊണ്ട് ഭക്തരുടെയും വിശ്വാസികളുടെയും നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് ഓരോ ക്ഷേത്രങ്ങളും പിടിച്ചെടുത്തത്. അങ്ങനെ പിടിച്ചെടുത്തുള്ള ക്ഷേത്രങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. പിടിച്ചെടുക്കാൻ വലിയ കേമന്മാരായി വന്ന ആളുകൾ അവിടെ നിലവിൽ നിന്നിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പൈതൃകങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ ഇത് ഒരിക്കലും പാലിക്കുന്നില്ല. എല്ലായിടത്തും വിവാദങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള വിവാദം, അതുപോലെ തന്നെ അവിടുത്തെ ദേവസ്വത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളെ വിവാദങ്ങളും കറവ പശുക്കളുമാക്കിക്കൊണ്ട് ഒരു നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെയും നാടിന്റെ അഭിവൃദ്ധിയെയും തകർക്കുക. കാരണം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന നാടിന്റെ അഭിവൃദ്ധിയാണ്. ആ അഭിവൃദ്ധിയെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ഈ പോലീസിനൊക്കെ സംവിധാനത്തിനകത്ത് പച്ച വെളിച്ചവും റെഡ് സ്റ്റാറും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കറിയാം അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്ന ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ നമുക്കറിയാം ശബരിമല വിഷയം വന്ന സമയത്ത് ഏത് രീതിയിലാണ് ഈ ഭക്തരെ ഇവർ ആക്രമിച്ചത്, ഏത് രീതിയിലാണ് നമുക്കറിയാലോ. ഇവർ ഒരുപക്ഷെ ഏറ്റവും നീചമായിട്ട് ഇരുമുടിക്കെട്ടിനെ പോലും ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്. പോലീസുകാർ എങ്ങനെയാണ് ഭക്തരോടും മാലയിട്ട ശബരിമല അയ്യപ്പ ഭക്തരോടും അമ്മമാരോടും അതോടെ പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളോടും ഹൈന്ദവ ആചാരങ്ങളോടുമുള്ള നിലപാട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇന്ന് കൃത്യമായിട്ട് അത് വടക്കുന്നാഥ ക്ഷേത്രം, കാരണം ഇതിനകത്ത് ഒരു വിഷയം സത്യത്തിൽ സർക്കാരിനൊന്നും ഈ തൃശ്ശൂർ പൂരത്തിന് വലിയ റോളില്ല. ഏതെങ്കിലും രീതിയിൽ ചെറിയ സംഭാവന കൊടുക്കുകയും ഈ ദേവസ്വത്തിന്റെ വരുമാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മേടിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിലും അവർക്കില്ല. ആകെയുള്ളത് ക്രമസമാധാനമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ നമുക്കറിയാലോ, പൂരവുമായി ബന്ധപ്പെട്ട് സ്വയം ക്രമസമാധാനം. ഇപ്പൊ നമുക്കറിയാം പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിക്കും തിരക്കും നടക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇടമാറ്റ സമയത്ത് അതിനകത്ത് നടുവിൽ നിൽക്കുന്ന ആളുകളാണ്. പരസ്പരം സഹായഹസ്തങ്ങൾ നൽകി, പരസ്പരം വെള്ളം നൽകി, ഒരാൾ വീഴുന്ന സമയത്ത് മറ്റൊരാൾ പ്രൊട്ടക്ട് ചെയ്യും. എന്നിട്ട് ഒരാൾക്ക് പോലും ഒരു പരിക്കും പറ്റില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്നാൽ പോലും ഒരാൾക്ക് പോലും പരിക്ക് പറ്റില്ല. കാരണം അത് സ്വയം ഡിസിപ്ലിനോടൊപ്പം മറ്റുള്ളവനെയും കൂടി താങ്ങിക്കൊണ്ടാണ് ഈ പൂരം നടക്കാറ്. അതാണ് പൂരം. അങ്ങനെയുള്ള സ്ഥലത്ത് എല്ലാവരും സ്വയം ഇരിക്കുന്നു. ആ സമയത്ത് കുടമാറ്റം കണ്ട് പിന്നെ അവിടെ ആളുകൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ മാറി 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 വിവിധ റൗണ്ടിനോട് ചേർന്ന് നഗരത്തിനോട് ചേർന്ന് വിവിധ ഭാഗങ്ങളിലാണ് ജനങ്ങൾ ഇങ്ങനെ നിൽക്കാറ്. അത് വെടിക്കെട്ട് കണ്ടതിന് ശേഷം പിരിഞ്ഞു പോകും. അങ്ങനെ എത്ര ലക്ഷം ആളുകൾ വന്നു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും ഉണ്ടാകാറില്ല. അങ്ങനത്തെ സ്ഥലമാണ്. ഇനിയിപ്പോ 1 മണി വരെ നിശ്ചയിച്ച ഒരു സമയം. ആ നിശ്ചയിച്ച സമയത്ത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ റൗണ്ട് അപ്പുറത്തേക്ക് മാറും, സ്വമേധയാ മാറും. അതിനുള്ള അവസരങ്ങൾ നൽകുന്നില്ല. അപ്പൊ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തു പോലും ക്ഷേത്രവും ഉത്സവവും ആചാരവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന രീതിയിലേക്ക് ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്.